ഇങ്ങനെ ഈ കുട്ടികളി കളിക്കുന്ന കാണുമ്പോ ഒക്കെ അമ്മ ഒക്കെ ചോദിക്കില്ലേ, നിന്റെ കുട്ടികളി മാറില്ലേ അനു, നിനക്ക് ഇത്ര പ്രായമായില്ലേ? അവർക്ക് ഞാൻ ഇപ്പോഴും കുട്ടിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അമ്മയ്ക്കും അച്ഛനും ചേച്ചിക്കും ഒക്കെ ഇഷ്ടം അതാ. കാരണം ഭയങ്കര മെച്ചൂർഡായിട്ട് കാണിക്കുന്നവർക്ക് ഇഷ്ടമില്ല. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും. എന്നാലും എനിക്ക് എൻ്റെ അമ്മയോട് ആ ഒരു സംഭവം എനിക്ക് സ്നേഹം കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഭയങ്കര മെച്ചൂർഡ്, അമ്മ എനിക്ക് വിശക്കുന്നു, ഫുഡ് എടുത്ത് വെക്ക് എന്നെനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അവിടെ ഒരു അമ്മ എടുത്ത് പോയി കൊള്ളിപ്പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് കവിളൊക്കെ കൊടുത്ത് പിച്ചൊക്കെ കൊടുത്ത്, അത് അമ്മയ്ക്ക് ഇഷ്ടം. ഏതൊരമ്മ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ. എനിക്ക് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. നമുക്ക് എത്ര ഏജ് കൂടിയാലും എനിക്ക് എന്താ മെച്ചൂർഡായിട്ട് നിൽക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ അനുവിന് എപ്പോഴും ഇങ്ങനെയാണ്, മനസ്സിൽ എന്തെങ്കിലും വിഷമമുള്ള സമയത്തായിക്കോട്ടെ, കുറച്ച് ടെൻഷനുള്ള സമയത്തായിക്കോട്ടെ, അങ്ങനെയാണെങ്കിലും അനു ഇതുപോലെ സ്നേഹം പ്രകടിപ്പിക്കും. എനിക്ക് ടെൻഷനും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ ആ സമയത്ത് എനിക്ക് ആരെങ്കിലും വേണം എൻ്റെ കൂടെ. ടെൻഷനുള്ളപ്പോഴും എന്തുണ്ടെങ്കിലും ടെൻഷനുള്ളപ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഒരാൾ വേണം, ഇഷ്ടപ്പെടുന്ന ഒരാൾ എൻ്റെ കൂടെ വേണം. ഇല്ലെങ്കിൽ ഞാൻ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. എനിക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. ഞാൻ എന്തെങ്കിലും കാണിച്ചു കൂട്ടും. എന്ത് കാണിച്ചു കൂട്ടും? കിടന്ന് ഒച്ച വയ്ക്കും, കരയും, ഭയങ്കരമായിട്ട് ഒച്ച കരയും, ഭയങ്കരമായിട്ട് കരയും. മനസ്സിന് കട്ടി തീരെ കുറവാണ് ഇപ്പോ. ആ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ആരെങ്കിലും കൂടെ വേണം. അങ്ങനെ കൊണ്ടുവന്ന രണ്ടുപേരാണ് ഇവര് രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയതാണോ? എനിക്ക് ആതിര മാധവൻ എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. ഈ ആതിര ചേച്ചി റിലേറ്റീവാണ്, അതെനിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്ങനെയൊക്കെയോ നമ്മൾ ഭയങ്കര കൂട്ടായി. പക്ഷെ കൂടുതലും ഇപ്പം രണ്ടുപേരും അടുത്തടുത്ത് തന്നെ, കുറച്ച് അടുത്ത് തന്നെയാണ് വീടൊക്കെ. എന്നാലും നമ്മൾ ദിവസം കാണാറുണ്ട്, ചില ദിവസങ്ങൾ കാണാറില്ല. കാണാതിരിക്കുമ്പോഴേക്കും ഭയങ്കര മെസ്സേജ് അയക്കും, വിളിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും. ഇപ്പം എന്താ പറയുക, ഞാനിപ്പോൾ കുറച്ച് ദിവസം വേറെ സ്ഥലത്ത് പോവുകയാണെങ്കിൽ പോലും എൻ്റെ എല്ലാ കാര്യങ്ങളും വിളിച്ചന്വേഷിക്കും, എന്താണ്, എവിടെയാണ്. അതൊക്കെ വലിയ കാര്യം. ഇപ്പം അമ്മയ്ക്കൊന്നും വിളിക്കാൻ പറ്റിയില്ലെങ്കിലും അവർ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലേ നമ്മൾ വിളിച്ച് ചോദിക്കാൻ ഒരാളുണ്ടല്ലോ, അത് വലിയ കാര്യമാണ്. ഇപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ബസ്സിലാണെങ്കിലും കാറിലാണെങ്കിലൊക്കെ ഫോൺ വെച്ച് നിങ്ങളിങ്ങനെ ഇരിക്കണമെങ്കിൽ പോലും ഹലോ, എവിടെ, കഴിച്ചോ, എന്താ, ഓക്കെ ആണോ, ഇപ്പം എവിടെ എത്തി, ഓക്കെ, ഇന്ന് ഏത് ഡ്രസ്സാണ് ഇടുന്നത്, മേക്കപ്പ് തന്നെയല്ലേ ചെയ്യുന്നത്, ഓക്കെ, ഫുഡ് എന്തോ കഴിച്ചത്, ഇങ്ങനെയൊക്കെ ചോദിക്കണം. ഇപ്പം ഇതൊക്കെ എൻ്റെ അമ്മ ചോദിക്കുന്നതാ. അമ്മ ഒരു ദിവസം ചോദിക്കാൻ പറ്റിയില്ലെങ്കിലും അവർ ചോദിക്കുമ്പോൾ എനിക്ക് അയ്യോ എന്താ എൻ്റെ അമ്മയ്ക്ക് പകരം ചോദിക്കുന്നു, എന്ത് രസം, ക്യൂട്ടല്ലേ അത്. അങ്ങനെ എനിക്ക് അവരുടെ ഭയങ്കര റെസ്പെക്ട് തോന്നുന്നു. ഓക്കെ, ഈ കഥ നമുക്ക് ഇവിടെ ഒന്ന് പോസ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഞാൻ വേറൊരു കോള് കണക്ട് ചെയ്യാം. അനു ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഗസ്റ്റ് ആയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് സ്റ്റാർ മാജിക്കിലുള്ള ഒരാള് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഭയങ്കര ആരാധികയാണ്, അനുമോളുടെ ഒരു ആരാധികയാണ്. നോക്കാരാന്ന്. സ്പീക്കറില സംസാരിച്ചോ. ഹലോ, പിടിച്ചു. അതെ, ഇപ്പൊ എന്താ സ്റ്റാർ മാജിക്കിലൊന്നും ഇല്ലേ? ആരാധികയാണോ? ഓക്കെ ചേച്ചി, സ്റ്റാർ മാജിക് സ്റ്റോപ്പ് ചെയ്തു ചേച്ചി. സ്റ്റോപ്പ് ചെയ്ത്. സ്റ്റാർ മാജിക്കും ഭയങ്കര പാവത്തിന്റെ കണക്കിരിക്കണ. എന്താ, ഞങ്ങക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടാ. അച്ചോടാ, അങ്ങനൊന്നുമില്ല. എല്ലാരും ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴത്തേനും വെറുതെ നിഷ്കളങ്കമായിട്ടുള്ളൊരു ചിരി. അതൊക്കെ അയ്യോ, അതെന്താന്നറിയോ, നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും നമ്മുടെ കുട്ടികളൊക്കെ അല്ലേ. അപ്പൊ അവർക്ക് എന്നെയല്ലേ കളിയാക്കാനൊക്കെ പറ്റുള്ളൂ. വേറെ പുറത്തുള്ള ആരും അങ്ങനെ പറ്റില്ലല്ലോ. എൻ്റെ അടുത്തുള്ള സ്വാതന്ത്ര്യം കൊണ്ടാണ് അവരങ്ങനെ കളിയാക്കുന്നേ. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. എനിക്കത് ഇഷ്ടാ. അയ്യോ, ഞങ്ങൾക്കൊക്കെ സങ്കടം വരുമോ? അയ്യോ, സങ്കടപ്പെടരുത്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? അതെന്തുകൊണ്ടാ? അവരങ്ങനെ എന്നെ കളിയാക്കുന്നതുകൊണ്ടാ നിങ്ങളെപ്പോലുള്ളവരൊക്കെ എൻ്റെ അടുത്ത് ഇഷ്ടം കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യുന്നേ. അയ്യോ, അത് നേരത്തെ പറയണ്ടേ. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഓർക്കും കേട്ടോ, ഇത് എന്തൊരു പാവം, ഇത്ര പാവമായിട്ട് ഇരുന്നിട്ടില്ല. എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ കളിയാക്കുമ്പോൾ വഴക്ക് പറയുമ്പോൾ നമ്മൾ തിരിച്ച് ഒന്നും പറയില്ലല്ലോ, നമ്മൾ കേട്ടോണ്ടിരിക്കത്തില്ലേ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ തങ്കച്ചനൊക്കെ ഇട്ടൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ പറയുമ്പോഴേ എന്താണെങ്കിലും ഒരു അക്ഷരം പോലും മിണ്ടാണ്ടൊക്കെ ഇരിക്കണല്ലേ. അത് നമ്മുടെ ചേട്ടന്മാരല്ലേ. തിരിച്ചു പറയാറൊക്കെ ഉണ്ട്, ഞാന് കളിയാക്കി തിരിച്ചു പറയാറുണ്ട്. കാണാറില്ലേ ഒന്നും? എന്നും കാണാറുണ്ട്. പക്ഷെ അത്ര മറ്റുള്ളവര് പറഞ്ഞത്രയും വരുന്നില്ലല്ലോ. അതും ചേട്ടന്മാരല്ലേ. നമ്മളെ വേദനിപ്പിക്കുന്ന ഒന്നും പറയുന്നില്ലല്ലോ. അതുകൊണ്ടാ. നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പറയുകയാണെങ്കിൽ തിരിച്ചു പറയും. പക്ഷെ ഞങ്ങൾക്കത് വേദനയൊക്കെ ആയിട്ട് തോന്നുന്നു. അയ്യോ, നിങ്ങക്ക് ഇങ്ങനെ ടി വി കൂടെ കാണുന്നോണ്ട് തോന്നുന്നതാ. പിന്നെ അടിയൊക്കെ കൊള്ളുമ്പോഴേ
അതൊക്കെ എനിക്കിഷ്ടാ, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് അതൊക്കെ. ഭയങ്കരമായിട്ടും വേദനിക്കാറുണ്ടോ അന്നേരം? ഇപ്പൊ വേദനിച്ചാലും എനിക്കത് ഇഷ്ടാ, വേദനയൊന്നും ഇല്ല. ചെറിയ വേദനയൊക്കെ ഉണ്ടാവും, പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. എന്നാലും മിക്കപ്പോഴും അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ ആ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കാറില്ലേ. വീണ്ടും വരുമോ? എന്തോ സ്റ്റാർ മാജിക് വീണ്ടും വരുമോ? സ്റ്റാർ മാജിക് വരുമോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വരും. ചേച്ചി പ്രാർത്ഥിക്കുക, ചേച്ചി പ്രാർത്ഥിക്കും പെട്ടെന്ന് സ്റ്റാർ മാജിക് വരാൻ. വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്റ്റാർ മാജിക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാം? വേറെ പ്രോഗ്രാം വരും ചേച്ചി, ചേച്ചി കാത്തിരുന്നോ. എന്തിനാത്താ വരാൻ പോണത്? അത് വരും, ഉടനെ വരും. അതൊക്കെ സർപ്രൈസ് ആണ്, വരും. സർപ്രൈസ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങനെ കാണാണ്ടായിട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ. ചേച്ചി എന്തായാലും ചേച്ചി TV ഓൺ ആക്കി വെച്ചിരുന്നോ, ചാനൽ മാറ്റുന്ന ഇടയിൽ ചേച്ചി അനുമോളുടെ മുഖം നന്നായിട്ട് കാണും. അപ്പൊ ഈ പറഞ്ഞതൊന്നും തിരിച്ചെടുക്കരുത്. ശരി, ഈ ചേച്ചിയുടെ പേരെന്താ? എന്തോ? ആലീസ്. ആലീസ്. ഓക്കെ, ആലീസ് ചേച്ചി സ്ഥലം എവിടെയാ? കൊല്ലം. കൊല്ലം. ഓക്കെ, അപ്പൊ ചേച്ചി കാത്തിരുന്നോ. സ്റ്റാർ മാജിക് അല്ല, വേറെ നല്ലൊരു പ്രോഗ്രാമിലൂടെ അനുമോള് ഉടനെ തന്നെ തിരിച്ചെത്തും കേട്ടോ. ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടാവും. ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കണമുണ്ട്, ഇപ്പൊ കാണാത്ത എന്താന്ന് വിചാരിച്ചു. ഓ, അപ്പൊ ചേച്ചി പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ ചേച്ചിക്ക് മിനി സ്ക്രീനിലൂടെ നേരിലും കാണാം. അനു വരും, നേരിലും കാണും. എന്നിട്ട് അനു പറയുന്നുണ്ട് നേരിലും കാണാമെന്ന്. നേരിൽ കാണുവാ? ആ, നേരിൽ കാണും. കൊല്ലവും ട്രിവാൻഡ്രം ഒക്കെ അടുത്തടുത്താന്ന് പറയും. കെട്ടിപ്പിടിച്ചൊരു ഉമ്മൻ തരും. അപ്പൊ തന്നെ കേട്ടോ. അയ്യോ, അനുവിന് അത് ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടമാണ് അനുവിന് അങ്ങനെ. ഓക്കെ ചേച്ചി, ഞങ്ങളപ്പോ വേറെ ഞങ്ങൾ പോട്ടെ. അപ്പൊ നമുക്ക് പിന്നീട് കാണാം കേട്ടോ. ശരി ചേച്ചി, താങ്ക് യു. നോക്കിയേ, എല്ലാവർക്കും എന്ത് ഇഷ്ടമാണ് അനുവിന്. ഇതാ ഞാൻ മുമ്പേ പറഞ്ഞ, എല്ലാവർക്കും അനു എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. അനുവിനിപ്പം അനുവിനെ ഇങ്ങനെ കൂടെ ഇപ്പൊ സ്റ്റാർ മാജിക്കിലായിക്കോട്ടെ അല്ലാതെയൊക്കെ ആയിരിക്കുമ്പോഴും എനിക്കറിയാം അനുവിന് എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നതിനേക്കാളും കൂടെ എപ്പോഴും ഇങ്ങനെ ആൾക്കാർ കൂടെ ഇരിക്കുക, അവരുടെ കൂടെ തമാശകൾ പറഞ്ഞ് ചിരിച്ച് ചിരിക്കുക എന്ന് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാന്ന് എനിക്കറിയാം. അപ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ അനുവിന് തോന്നിയിട്ടുണ്ടോ എവിടെയെങ്കിലുമൊക്കെ അനു ഒറ്റയ്ക്കാണ്? ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഒറ്റയ്ക്കല്ലേ. ഈ ഷൂട്ടിന് പോകുമ്പോൾ മാത്രമാണ്. ഇപ്പം സീരിയലാണെങ്കിലും ഇനാഗുറേഷൻ ഈ സ്റ്റാർ മേജർ ഷൂട്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റിലെ കാണുന്നേ. ബാക്കി എല്ലായിടത്തും അനുമോൾ ഒറ്റയ്ക്കാ. ഇപ്പൊ വീട്ടില് അച്ഛന്, ഇപ്പം ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് വീടുണ്ട്. അപ്പം അവിടെ ചേച്ചി രാവിലെ ജോലിക്ക് പോകും, ചേട്ടൻ പോകും, കുഞ്ഞു പോകും, അച്ഛനമ്മ അങ്ങ് നാട്ടിലായിരിക്കും. അപ്പൊ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. പിന്നെ ഈ പറയുന്ന ഇനാഗുറേഷനൊക്കെ പോകുമ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും ഷൂട്ടുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വരുമ്പോഴും ഒറ്റയ്ക്കാണ്. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാ. അപ്പൊ ആ ഒരു അന്നേരം തോന്നാറുണ്ടോ ഒറ്റപ്പെടലെന്നോ ഏകാന്തതയോ? നമ്മൾ പോകുന്ന എന്തിനാ? ജീവിക്കാൻ വേണ്ടിയിട്ട്, കാശുണ്ടാക്കാൻ വേണ്ടി പോവല്ലേ. അപ്പൊ ആ ഒരു മനസ്സിൽ ആ ഒരു കാര്യം മാത്രമേ കിടക്കുന്നത്, കാശുണ്ടാക്കണം. അപ്പം മനസ്സിലിതാണ് ഇങ്ങനെ വേണം അങ്ങനെ. അപ്പോൾ എൻ്റെ മനസ്സിൽ വേറെ ചിന്തകളൊന്നുമില്ല. ഇത് ചെയ്യണം, അത് ചെയ്യണം. ഞാൻ നോട്ട് ചെയ്ത് വെക്കും, നാളത്തെ പരിപാടി ഇതാണ്, മറ്റന്നാൾ ഇങ്ങനെ. എനിക്ക് മാനേജറോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഫുള്ളും ഞാനാണ് നോക്കുന്നത്. നമുക്ക് വേറെ കാര്യങ്ങൾ ചിന്തിക്കാനില്ല. നമുക്ക് അമ്മയുടെ കാര്യം, അച്ഛൻ്റെ കാര്യം ഇതുണ്ട്, നാളെ ഇത് ചെയ്യണം, നാളെ ഇത്ര മണിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, അതിന് മുന്നേറ്റ് അത് ചെയ്യണം, ഇത് ചെയ്യണം, കൊച്ചിയിൽ വന്നിട്ട് ഇവിടെ പോകണം, അവിടെ പോകണം, ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. ഇടയ്ക്ക് കോൾസ് വരും, അത് അറ്റൻഡ്, അത് കുറേ നേരം സംസാരിക്കും. പിന്നെ കുറച്ച് സമയം കിടന്ന് ഉറങ്ങും നന്നായിട്ട്. കിട്ടുന്ന സമയത്ത് നന്നായിട്ട്. എനിക്ക് എൻ്റെ ഹോബി ഉറക്കമാണ്. ഉറക്കം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആ സമയത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിൽ ഉറങ്ങും. എപ്പോഴും ഒറ്റയ്ക്കാണ് അനു. അപ്പോൾ ഇങ്ങനെ ഓക്കെ, ഒറ്റയ്ക്ക് പോകുന്നതിന്റെ പിന്നിലത്തെ കാര്യങ്ങൾ ഇപ്പൊ അനു ചിന്തിച്ചിട്ട് പറയാണ്, പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നതുകൊണ്ട് ആ ഒറ്റയ്ക്ക് പോകുന്നതൊന്നും വിഷമാവുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഇഷ്ടമാണ്. ഓക്കെ, കാരണം ആ ഒറ്റയ്ക്കുള്ള യാത്ര ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അതുകൊണ്ട് അനു അത് ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പുതിയതായിട്ടിരിക്കുന്ന ഇപ്പൊ അനു പുതിയതായിട്ട് പോകുന്ന ഒരു സെറ്റ്, ഇപ്പൊ സ്റ്റാർ മാജിക് പോലെ പഴക്കമുള്ളതല്ല, പുതിയ ഒരു പ്രോഗ്രാം തുടങ്ങുന്നു. അവിടെ പുതിയ കുറെ ആൾക്കാരൊക്കെയാണ്, അനുവിന് പരിചയമുള്ള ആൾക്കാരൊന്നും അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനു എന്ന് പറഞ്ഞ ക്യാരക്ടർ പുതിയ ആൾക്കാരുമായിട്ട് ജെല്ലാവാനായിട്ട് ടൈം എടുക്കുമോ? അത് ഞാൻ പറയാം. ഇപ്പൊ എക്സാമ്പിള്, ഇപ്പൊ ഞാനൊരു സ്ഥലത്ത്, ഞാനത് പുതിയ ലൊക്കേഷൻ എന്ന് പറയണ്ട, ഇപ്പൊ ഞാനൊരു ഇനാഗുറേഷന് പോവുകയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോ എന്നെ വിളിച്ചത് ആരാന്ന് കൂടി എനിക്കറിയില്ല, ഫോണിൽ കൂടെ എനിക്ക് അറിയാവുള്ളൂ. അവിടെ ചെല്ലുമ്പോ മൈക്ക് തരുന്നു, ഞാൻ കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകർ, ആളുകള്. അപ്പം അവിടെ ചെല്ലുമ്പോ എനിക്ക് ആരെയും അറിയില്ല.
ഞാൻ സംസാരിക്കുന്നില്ലേ മൈക്കിൽ കൂടെ, ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ, എന്തുണ്ട് വിശേഷം, ഞാൻ സുന്ദരിയായിട്ടുണ്ടോ, എൻ്റെ സാരി എങ്ങനെയുണ്ട്, എന്താ ഇങ്ങനെ നോക്കുന്നേ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ രാവിലെ എന്താ കഴിച്ചേ, അവർ കഴിച്ചില്ല അനുവിനെ കാണാൻ വേണ്ടി, അതെന്താ കഴിക്കാത്തത്. അപ്പൊ ഞാൻ കുറച്ച് സമയം അവരായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ പരിചയമാവുന്നത്. ഇപ്പം എക്സാമ്പിൾ ചേച്ചി നേരത്തെ ചോദിച്ചു ആർട്ടിസ്റ്റുകളായിട്ട് എങ്ങനെയാണ്. ആർട്ടിസ്റ്റുകളും ഇവരും രണ്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്നെ അറിയാം, ചിലപ്പോൾ എനിക്ക് അവരെ അറിയില്ല, പുതിയ ആരെങ്കിലൊക്കെ ആയിരിക്കും, പുതിയ ആർട്ടിസ്റ്റുകളായിരിക്കും. എനിക്കറിയില്ലെങ്കിൽ പോലും ഞാൻ ചെന്നിട്ട് ഹായ് ഹലോ അറിയാലോ എന്നെ, അറിയാം പിന്നെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. എവിടെ വീട്, ആദ്യം പേര് ചോദിക്കും, വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും ചോദിക്കും, എവിടെയാണ് വീട് എന്നൊക്കെ ചോദിക്കും, വീട്ടിലെ വിശേഷങ്ങളെല്ലാം ചോദിക്കും. ആദ്യം ചോദിച്ചിട്ടാണ് ഇപ്പൊ എന്ത് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മുമ്പ് എവിടെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അത് അയ്യോ കോട് കഴിയും, അവിടെ നിന്ന് തുടങ്ങും. അങ്ങനെയാ. അപ്പൊ അതിന് പെട്ടെന്ന് ഫ്രണ്ട്സ് ആവും. ഇപ്പൊ എക്സാമ്പിൾ ചിലര് ഹെഡ് വെയിറ്റ് ഇട്ടിരിക്കും, അനു എനിക്കറിയാം എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ ഇരിക്കുന്നവരെ മനസ്സ് ഞാൻ മാറ്റിയെടുക്കും ചിലപ്പോ. ഞാൻ പറയും ഭയങ്കര ഹെഡ് വെയിറ്റ് ഇട്ടിരിക്കും, ഇത് മറ്റേ സ്റ്റാർ മാജിക് കിടന്ന് അഭിപ്രായം കാണിക്കുന്ന അനുവല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ആദ്യം എനിക്കത് മനസ്സിലാവും അവരുടെ ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുമ്പോൾ. കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ അവരെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ അവർ തന്നെ ചിലവർ തനിയെ ഒന്ന് മിണ്ടും. ഞാൻ ഇടയ്ക്കൊക്കെ നോക്കും, ഹായ് എന്ന് പറയും, എവിടെ എന്താ പേര് ഇങ്ങനെ ചോദിക്കും. ഞാൻ ഇങ്ങനെ പറയാം ഓക്കെ ഞാൻ എവിടെ കണ്ടിട്ടില്ലെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് പറയും. എവിടെ കണ്ടിട്ട് ഞാനല്ലേ പറഞ്ഞു, അതെയോ എവിടത്തെ വീട് പറയും, ഇങ്ങനെ സ്ഥലത്ത് ആണോ, നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ ഭംഗിയുണ്ടെങ്കിൽ ഞാൻ ഉള്ളത് തന്നെ പറയും, നല്ല ക്യൂട്ടായിട്ട്. പിന്നെ അയാളുടെ തനി സ്വഭാവം പുറത്തു നിന്നോളൂ. അതൊക്കെ വെറുതെ അഭിനയ ചേച്ചി. എല്ലാ മനുഷ്യരും പുറത്ത് കാണിക്കുന്നതൊക്കെ വെറും അഭിനയ. ആദ്യം കാണുമ്പോൾ ഉള്ളൊരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ആരാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും പച്ചയായ മനുഷ്യരാ, എല്ലാരും പാവങ്ങളാ ശരിക്കും. ഭയങ്കര പാവങ്ങളാ. അപ്പോ ഏതൊരു ജാട പിടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിലും ഉള്ളില് ഭയങ്കര പാവാ. പിന്നെ അവരുടെ എന്താ പറയണ്ടേ സ്റ്റാൻഡേർഡ് വിട്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നവരാണ് ഇവരെല്ലാവരും. ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, പൊതുവെ കാണുന്നവരെല്ലാവരും. നമ്മളെ അറിയാമെങ്കിലും അറിയില്ല എന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഇത് അനുമോളാണ്, അറിയാമോ, അനുമോളില്ല അറിയില്ല, ഓക്കെ. അപ്പോൾ പറയും ഇത് സ്റ്റാർ മജിയിലെ കുട്ടി, ഓക്കെ. ഞാൻ അങ്ങനെ TV പ്രോഗ്രാം ഒന്നും കാണാറില്ല, ഞാൻ TV അങ്ങനെ കാണാറില്ല, ബിസിയാണ്. ഞാൻ പിന്നെ ഒന്നും മൈൻഡ് ചെയ്യില്ല, സാരമില്ല, ഞാൻ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ലല്ലോ. അവൻ പിന്നെ ഞാൻ കാണുന്നതെന്നറിയാവോ, കുറച്ച് ഗ്യാങ് ആയിട്ട് നിൽക്കുമ്പോൾ, ഒരു സർക്കിളിനകത്ത് കുറച്ച് പേരായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഇവരൊറ്റ, നമ്മൾ ഇത്രയായിരിക്കും ഒരു കെട്ട്. അപ്പൊ ഇവരെന്തായി നോക്കി നിൽക്കാനേ അവർക്ക് പറ്റുള്ളൂ. അറിയില്ലല്ലോ, ഞാൻ അവിടെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, ഇവർ എൻജോയ് ചെയ്യുന്നു. ഇവര് നോക്കുമ്പോൾ അറിയില്ലല്ലോ, പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ മിണ്ടിക്കോളും. അങ്ങനെ ഇതൊക്കെ വെറുതെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നതാണ്. ഞാൻ ഒരുപാട് മനുഷ്യരെ നന്നായിട്ട് പഠിച്ചതാ. എനിക്ക് ഏതൊരു വ്യക്തിയെ കണ്ടാലും അയാൾ എന്താണ്, ഏതാണ്, അയാളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഇത്ര അധികം ജീവിതാനുഭവം ഉണ്ടോ? ഒരുപാട്. ഒരുപാട്. ഞാൻ ഒരുപാട് അനുഭവമല്ല, ഞാൻ അനുഭവം തന്നെ പറയാം. എനിക്ക് ഇങ്ങനെ ആൾക്കാരെ ജഡ്ജ് ചെയ്യാനായിട്ട് അനുവിന് പറ്റും ചേച്ചി. എല്ലാവരും സാധാരണ മനുഷ്യരാണ്. എല്ലാവരുടെ ശരീരത്തിൽ കൂടെ ബ്ലഡാണ് പോകുന്ന. ഇനി എത്ര കാശുണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞാലും, ഇനി നമുക്ക് എന്തൊക്കെ പദവി ഉണ്ടെന്ന് പറഞ്ഞാലും മനുഷ്യരാ. ഇന്ന് കാണുന്ന നമ്മൾ നാളെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ എത്ര കാശുണ്ടാക്കി വെച്ചാലും അത് എന്താ പറയണ്ടേ, ഒരു ചെറിയൊരു അസുഖം വന്നാൽ മതി, ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൊരു അസുഖം വന്നു കഴിഞ്ഞാൽ മതി, എല്ലാം പോയി. അത്രേ ഉള്ളൂ. പക്ഷെ അത് അനു ചിന്തിക്കുന്ന പോലെ എല്ലാരും അങ്ങനെ ചിന്തിക്കണം എന്നില്ലല്ലോ. ചിന്തിക്കുന്നത് കാണത്തില്ല. ഞാൻ എല്ലാവരും ഒരുപോലെ കാണുന്നേ. പിന്നെ റെസ്പെക്ട് കൊടുക്കേണ്ടടുത്ത് റെസ്പെക്ട് കൊടുക്കും, അത്രയൊക്കെ തന്നെ. എന്നാ അനു ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുന്നൊക്കെ കാണുമ്പോഴേ ചില ആൾക്കാർ പറയുന്നുണ്ട്, ആ ക്യാമറ ഒന്ന് മാറ്റിക്കേ, അനുവിന് ഭയങ്കര ജാടയാണ് എന്നെങ്ങനെ ആരെങ്കിലും ജാടയാണെന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. ജാട എന്നെ ആദ്യം കാണുന്നവരൊക്കെ പറയും, ഫസ്റ്റ് അനുവിന് ഞങ്ങൾ വിചാരിച്ചത് അനുവിന് ഭയങ്കര ജാടയായിരിക്കും എന്നാണ് എന്ന് പറയുന്നവരുണ്ട്. അല്ല ക്യാമറ മാറ്റി വെച്ചിട്ട് ഉള്ള ജാട അങ്ങനെ ഞാൻ എപ്പോഴും ചിരിച്ച് കളിച്ച് സംസാരിച്ച് നടക്കുന്ന ഒരു പെണ്ണാ. വേണേ ഇങ്ങനെ പറഞ്ഞാണോ, അയ്യോ അത് ഒരു പൊട്ടി പെണ്ണാ, ചുമ്മാ കലബിലാന്ന് പറഞ്ഞ് സംസാരിച്ചു നടക്കും. അങ്ങനെ ചിലപ്പോൾ പറഞ്ഞായിരിക്കും ഇത് ചേച്ചി കഴിഞ്ഞിട്ടതല്ലേ, അങ്ങനെ പറയത്തില്ല. ആദ്യം കാണുന്നവർ എന്നെ കണ്ട ഉടനെ പറയുന്നതാണ്. സത്യം പറയില്ല, എൻ്റെ അനു ഭയങ്കര ജാട എന്നാ വിചാരിച്ചത്. ഇപ്പൊ മനസ്സിലായി അനു ഭയങ്കര പാവമാണ്, അല്ലെങ്കിൽ അനു നമ്മളെപ്പോലത്തെ സാധാരണ ഒരാളാണെന്നേ പറയുള്ളൂ.
അപ്പം അനുവിന്റെ ലൈഫിൽ ആരെങ്കിലും ഇപ്പൊ അനു ഇതുപോലെ എല്ലാവരുടെ അടുത്തും ചിരിച്ച് കളിച്ച് സംസാരിക്കുമല്ലോ. അപ്പം അനുവിന്റെ അടുത്ത് തിരിച്ചു നിൽക്കുന്ന ആൾക്കാർ ചിരിച്ച് കളിച്ചൊക്കെ ചിരിച്ചുകൊണ്ട് തന്നെ റിയാക്ട് ചെയ്യും. പക്ഷെ അനു അങ്ങ് മാറിക്കെ അനുവിന് തോന്നുന്നുണ്ടോ അവർക്കൊക്കെ ശരിക്കും അനുവിനോട് അത്രയും എല്ലാവർക്കും ചിലർക്കെന്നല്ല അനുവിന് അങ്ങനെ മനസ്സിലാവുള്ളൂ? മനുഷ്യരൊന്നും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ നോക്കുന്നത് ഞാൻ എങ്ങനെയാണ് അവർ നിൽക്കുന്നത് അത് മാത്രം നോക്കും. അവർ ഇനി എങ്ങനെ വേണമെങ്കിലും ചെയ്തു. ഇപ്പൊ ഞാൻ പോയതിനു ശേഷം പറയും കുറ്റം പറയുന്നുണ്ടാവും, 100% പറയുന്നുണ്ടാവും. പക്ഷെ ഞാൻ അത് ചിന്തിക്കുന്നില്ല. ഞാൻ നന്നായിട്ട് നിൽക്കുന്നില്ലേ? ഞാൻ ഫേക്ക് കളിച്ച് നിൽക്കുന്നില്ലല്ലോ. അവരെന്തോണെങ്കിലും ആയിക്കോട്ടെ, അവർക്കുള്ളത് കൊടുത്തോളും. അപ്പൊ അവരങ്ങനെ അനുവിനെ കുറിച്ച് മോശം പറയുന്നുണ്ടല്ലോ ചേച്ചി പറയുമ്പോ പിന്നെ കേൾക്കുമ്പോ വിഷമം തോന്നും, ഉറപ്പായിട്ടും തോന്നും. ഞാൻ മുമ്പ് എന്റെ ക്യാരക്ടർ വെച്ചാണെങ്കിൽ ഞാൻ ചോദിക്കും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ വോയിസ് റെക്കോർഡ് എനിക്ക് പലരും അയച്ചു തന്നു. എൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട്, ചിലർ ഇഷ്ടം കൊണ്ട് അയച്ചു തരും, ചിലർ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അയക്കും. എനിക്ക് ഇപ്പോൾ 1-2 വർഷം മുന്നേ ഇങ്ങനെ കുറച്ച് വോയിസ് മെസ്സേജ് കേട്ടപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു സങ്കടം കൊണ്ട്, എന്തിനാ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞത്, ഞാൻ എന്ത് തെറ്റാ ചെയ്ത്, കഴിഞ്ഞ ദിവസം കൂടെ കണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പോയതല്ലേ നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, എടി അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒന്നും പറയാൻ പോകത്തില്ല. പണ്ടുണ്ടായിരുന്നൊരു സ്നേഹം ഒന്നുമില്ല, ഹൈ ബൈ, എവിടെയെങ്കിലും വെച്ച് കാണുന്നു, അസുഖമല്ലേ, അത്ര. അപ്പം അവർക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചു എന്നുള്ളത്. പക്ഷെ അനു അത് തുറന്ന് ചോദിക്കും. കാരണം നമ്മൾ അത്ര ട്രസ്റ്റ് ചെയ്ത് നമ്മളെ കൂടെ നിന്ന് കളിച്ച് ചിരിച്ച് ഒരു പാത്രത്തിൽ ഫുഡ് കഴിച്ച് ഇരുന്ന ആൾക്കാർ, ഞാൻ എന്നിട്ട് ചിന്തിക്കും ഇവരെന്താ ഇങ്ങനത്തെ മനുഷ്യർ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് എന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കും. ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല ചേച്ചി, എനിക്കിതൊന്നും ഒന്നുമല്ല. എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, സമാധാനം, സന്തോഷം, വീട്ടുകാർക്ക് സന്തോഷം കൊടുക്കുക, അവരെ ഹാപ്പി ആയിട്ട് നിർത്തുക. ഇതൊക്കെയാണ് എനിക്കിതൊക്കെയാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കാരണം കുറച്ച് പേരെ സന്തോഷിക്കുക, ഞാൻ സന്തോഷിപ്പിക്കണം, അവർ സന്തോഷിക്കുക, അങ്ങനെയൊക്കെയുള്ളൂ, വേറൊന്നുമില്ല. ഇനി സ്റ്റാർ മാജിക്കിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അത് തുടങ്ങിയ അന്ന് മുതൽ അത് തീർന്നപ്പം വരെ അതിനകത്തുണ്ടായിരുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് ഒരു മാറ്റവും ഇല്ലാതെ 7 വർഷം അവിടെ അനുമോളായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി ഇടയ്ക്ക് പലരും വന്നു പോയി അങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ അനുവിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മറ്റുള്ളവര് ഇപ്പോൾ മാത്രം ഇതിനെ നിൽക്കണോ? തോന്നും ചേച്ചി, ഉറപ്പായിട്ടും തോന്നും. ഇപ്പൊ നമ്മൾ ഗേൾസ് ആണെങ്കിൽ ബോയ്സ് ആണ്, ഇങ്ങനെ താരതമ്യം ചെയ്യാൻ പാടില്ല. എന്നാലും ഞാൻ പറയാണ്, ഈ ടമാർപ്പടാറിലാണ് ഞാൻ വന്നത്. ഞാൻ ആ സമയം മുതൽ ഈ സ്റ്റാർ മാജിക് ഇപ്പോൾ 7 വർഷമായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ പുറമേ നിന്ന് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ചിന്തിക്കും, ഏതൊരു ആർട്ടിസ്റ്റും ചിന്തിക്കും, അല്ലെങ്കിൽ പോട്ടെ ക്രൂ ആണെങ്കിലും ചിന്തിക്കും, ഇവളിതിൽ നിൽക്കുന്നല്ലോ, ബാക്കിയുള്ളവരൊന്നും കാണാനില്ലെങ്കിൽ പോട്ടെ ഞങ്ങളൊന്നും വിളിക്കുന്നില്ലല്ലോ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പം ഞാനാണെങ്കിലും ചിന്തിക്കും, എനിക്ക് പകരം അവരുടെ ആർട്ടിസ്റ്റ് നിന്നോ ഞങ്ങളൊന്നും വിളിക്കുന്നില്ല, ഞങ്ങളാണെങ്കിൽ ചേച്ചി ചിന്തിക്കത്തില്ലേ? ചിന്തിക്കും. ഏതൊരു മനുഷ്യൻ, എത്ര നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാലും ആരാണെങ്കിലും ചിന്തിക്കും. കാരണം നമ്മളും ആ പ്രോഗ്രാമിൽ നിന്നല്ലേ, നമ്മളില്ലല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ അതെന്താ പറയണത്, അതെനിക്കറിയില്ല പറഞ്ഞു ഞാൻ ഞാനായിട്ട് നിന്നിട്ടുള്ളൂ. 7 വർഷവും ഞാനായിട്ട് നിന്നു. അവർക്ക് വേണ്ടതുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അനുമോൾ എന്നൊരു വ്യക്തി സ്റ്റാർ മാജിക്കിലൂടെ അറിഞ്ഞു. അപ്പം ഓരോ ദിവസം ഓരോ വ്യക്തികൾ എന്നെ അറിയുന്നുണ്ട്, എനിക്ക് പ്രോഗ്രാം വരുന്നുണ്ട്. അതും പോട്ടെ, ഇപ്പം ഞാൻ സീരിയലൊക്കെ ചെയ്യുമ്പോൾ അമ്മമാരും ചേച്ചിമാരൊക്കെ എന്നെ കാണുമ്പോൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ 80-90 വയസ്സായതും ഇത് പറഞ്ഞ ചിലർ വിചാരിക്കും തള്ളു പറയാന്നൊക്കെ. എക്സ്പീരിയൻസ് ചെയ്തതാണ് കേട്ടോ ഞാൻ. കുഞ്ഞു മക്കൾ പോലും അനുചേച്ചി എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ച് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇതെൻ്റെ അനുചേച്ചി, ഇപ്പം വരും അനുചേച്ചി. അപ്പം ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ചേച്ചി. അപ്പോൾ ആ സ്റ്റാർ മാജിക്കിൽ ഞാൻ എന്ത് കോമാളിത്തരം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അങ്ങനെ കാണിച്ചതുകൊണ്ടല്ലേ ഈ പിള്ളേർക്കൊക്കെ എന്നെ ഇഷ്ടം, ഈ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറേ എക്സ്പീരിയൻസുകൾ, കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അതൊക്കെ എനിക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. അതാണ് ഞാൻ പറയുന്നത്, എനിക്ക് എന്ത് വിഷമം വന്നാലും പെട്ടെന്ന് ഞാൻ ഈ കാര്യങ്ങളെടുത്ത് ആലോചിക്കും. അപ്പോൾ ഇതൊക്കെ മാറും. ഇപ്പം അനു ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോഴേ എന്താണ് അനുക്കുട്ടി അയ്യോടാ വൃത്തികെട്ട സ്വഭാവമാണ് ഇത്. അല്ല, അത് മനസ്സ് വളരെ ശുദ്ധമായതുകൊണ്ടാണ് അനു, വളരെ വളരെ ശുദ്ധമായതുകൊണ്ടാ മനസ്സ്. അതുകൊണ്ടാ ഞാൻ ഇവിടെ പറഞ്ഞതിന് മുന്നേ കരയരുത്, എല്ലാരും പറയണേ ഇവളെന്തിനാ കരയാൻ, ഈ പെണ്ണ് എപ്പം നോക്കിയാലും കരച്ചില്ല. ചേച്ചി
കരയുന്നത് ചേച്ചി പറയും എന്തുകൊണ്ടാണ് നമ്മൾ കരയുന്നത് നമ്മൾ വിഷമം വരുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ കരയുന്ന ഒരു വ്യക്തിയാണ്. അതെന്റെ ബ്ലഡിലുള്ളതാണ്. നമ്മൾ ആ ഇമോഷൻ നമുക്ക് വരുന്നത് ചില ആൾക്കാർ പറയും എവിടെ എപ്പോൾ നോക്കിയാലും കാര്യം. എന്റെ കരച്ചിൽ മാറി, ഞാൻ ഓക്കെ ആയി, ഇത്രയേ ഉള്ളൂ, ശരിയായി. ഞാനത് ഇങ്ങനെ കരയുന്നില്ലല്ലോ, ഒന്ന് മാറിക്കോട്ടെ, ഞാൻ കരഞ്ഞോട്ടെ, അങ്ങനെ കരയുന്നില്ല. ഞാൻ എപ്പോഴും കരയുമ്പോൾ ഫ്രണ്ട് ഇരിക്കുന്ന ആളെ ഒരിക്കലും ബുദ്ധിമുട്ടിച്ച് ഞാൻ കരയത്തില്ല. ചിലപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് വരാൻ തോന്നിയോ, എന്തുകൊണ്ട് പെട്ടെന്ന് ഞാൻ ചിരിച്ച് ഓക്കെ ആക്കി. കുറച്ച് ഞാൻ ഇരുന്നിട്ട് ഒന്ന് കരഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ പിന്നെ കട്ടായി, പിന്നെ ചേച്ചി വന്ന് സമാധാനപ്പെടുത്തി. എന്തിനാ വെറുതെ? പെട്ടെന്ന് എനിക്ക് ആ കാര്യത്തെ പറ്റി ആലോചിച്ചപ്പോൾ സങ്കടം വന്നു. അതങ്ങനൊന്നും അല്ലടാ, നമുക്ക് ഉള്ളിൽ വരുന്ന ശരിക്കും എല്ലാവരും പറയുന്നത് നമ്മൾ നമ്മുടെ ഇമോഷൻ വരുന്നതിനെ സപ്രസ് ചെയ്യരുതെന്നാണ് എല്ലാവരും പറയുക. നമുക്ക് ചിരിക്കാൻ തോന്നിയോ ചിരിക്കുക, കരയാൻ തോന്നിയോ കരയുക, എന്തെങ്കിലും നമുക്ക് പ്രതികരിക്കണം, അവിടെ നമുക്ക് ഇഷ്ടമല്ല അവിടെ നമ്മളത് ചെയ്യുക. എല്ലാത്തിനും റൈറ്റ് ഉണ്ട് ചേച്ചി. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിരിക്കുക, കരയുക, ഒരിടത്ത് ദേഷ്യപ്പെടണമെങ്കിൽ വെറുതെ ദേഷ്യപ്പെടണമെന്നല്ല, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എങ്ങനെയാണോ നിൽക്കുന്നത് അയാളടുത്ത് നമുക്ക് എന്തും ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത്രേ ഉള്ളൂ.